ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർഗടാ നീ അങ്ങ് മാറിക്കിടക്കടാ. ദുർഘട സ്ഥാനത്തു വന്നു കിടക്കുവാൻ നിനക്ക് എന്തടാ കാര്യം? ആരടാ ഇങ്ങോട്ട് മാറിക്കിടക്കടാ, ഓടാ. ഇവൻ ആരാ? വല്യമ്മേ, എന്തീ വായിക്കുന്നെ? ഞാനപ്പാനാ. ജ്ഞാനപ്പാനയിൽ എവിടെയാ മർക്കടൻ? മർക്കടൻ എന്ന് വെച്ചാ കൊരങ്ങന്നല്ലേ അർത്ഥം? അതെ. ഇവരുടെ ആത്മകഥ വായിച്ചതായിരിക്കും. നീ പോടി എവിടെന്ന്? ഇങ്ങോട്ടത്തെ ഇത് ഞാൻ പണ്ട് പഠിച്ച എന്റെ ഫിസിക്സിന്റെ ബുക്കാ, അതും ഇംഗ്ലീഷ്. അല്ല പിന്നെ ഏതായാലും സന്ധ്യക്കൊന്ന് വായിച്ചാ പോരെ. രാമായണത്തിന് പകരം വായിക്കാൻ എടുത്തത് ഫിസിക്സ്. ഇവരിങ്ങനെ ഒരു ഉടായിപ്പായി പോയി. വല്യമ്മ എന്നെ കാണിക്കാൻ വേണ്ടി സന്ധ്യ പ്രാർത്ഥനയൊന്നും നടത്തണമെന്നില്ല. മനസ്സില് നല്ല ഭക്തി ഉണ്ടെങ്കിൽ മാത്രം വായിച്ചാ മതി. പ്രഹസനം വേണ്ടെന്നർത്ഥം. അല്ല, ഭക്തി ശിരോമണിയല്ലേ കൊച്ചമ്മണി? എവിടേക്കാ പോവാൻ പോകുന്നേ? കാശി, രാമേശ്വരം, തിരുപ്പുറം, പളനി? ഭക്തി ഇല്ലാത്തവരൊക്കെ അവിടെ പോയിട്ട് എന്താ കാര്യം? നിങ്ങളാരും പറയുന്നത് പോലെ ഒന്നും അല്ല. എന്റെ മനസ്സ് നിറയെ ഭക്തി ഇങ്ങനെ കരമനയാറ് പോലെ കളകളകളാന്നൊഴുകുക. 33 കോടി ദേവതകളും എന്നെ ഇങ്ങനെ കൈകാട്ടി മാടി മാടി വിളിക്കുക. ഭക്തവത്സലേ, കൊച്ചമ്പിണി കേറി വാ വാന്ന്. എന്നാ വേഗം ചെല്ല്, ഈ ഭൂമിയിലെ ശല്യം ഒന്ന് തീരട്ടെ. നീ എന്താ ജയ ഫോൺ ഓഫ് ആക്കി വെച്ചിരിക്കണേ? അത് മോളെ, ഒന്ന് ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? മോളെ അത് ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ചേട്ടാ, വീട്ടിൽ നിന്ന് അപ്പു വിളിക്കുന്നെ, ഞാനൊന്ന് എടുത്തോട്ടെ. ശരി മോളെ. ഹലോ, എന്താ അപ്പു? ചേച്ചി, ഇവിടെ അമ്മയുടെ അസുഖ വിവരങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞില്ലേ? അറിഞ്ഞു അപ്പു. ചെറിയമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെ കിടക്കുക ചേച്ചി. അമ്മയ്ക്ക് ഡിപ്രഷനാന്നാ ഡോക്ടർ പറഞ്ഞത്. ഡിപ്രഷനോ? അതെ ചേച്ചി, നേരത്തെ അമ്മയ്ക്ക് അസുഖം ഉണ്ടായിരുന്നെന്നാ അച്ഛൻ പറഞ്ഞത്. ചെറിയ ചെറിയ ഡിപ്രഷനൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പു? വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു യാമിനി മാഡം. അവർക്ക് അസുഖം വന്നല്ലോ ദൈവമേ. അല്ലെങ്കിലും അങ്ങനെയാടി, നല്ല മനസ്സുള്ളവർക്ക് ദൈവത്തിന്റെ പരീക്ഷണങ്ങളേറെ.